മാർക്കോ ആൻഡ് പുഷ്പ ഈ ഇടയ്ക്ക് തന്നെ ഇറങ്ങിയ രണ്ട് കിടില സിനിമകൾ. ഈ രണ്ട് സിനിമകളിൽ വെച്ച് നമ്മൾ ഒരുപാട് കമ്പാരിസൺ കേട്ടിരുന്നു. മെയിനായിട്ട് സ്റ്റണ്ട് കാര്യങ്ങൾ 100% ശരിയാണ്. മാർക്കോയിലെ സ്റ്റണ്ട് പുഷ്പ 2 വെച്ച് കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ ബെറ്റർ ആയിരുന്നു. ഒരുപാട് കാര്യങ്ങളിൽ പെർഫെക്ഷൻ സൂപ്പർ ആയിരുന്നു. പക്ഷേ എൻ്റെ പേഴ്സണൽ ഒപ്പീനിയൻ അനുസരിച്ച് നമ്മുടെ പുഷ്പ 2ലെ ക്യാരക്ടറും മാർക്കോ എന്ന് പറഞ്ഞ ക്യാരക്ടറും തമ്മിൽ ഒരുപാട് വ്യത്യാസമുണ്ട്. സ്വന്തം ഫാമിലിക്ക് വേണ്ടിയിട്ട് എന്ത് ത്യാഗവും ചെയ്യുന്ന ഒരു ക്യാരക്ടറാണ് പുഷ്പ 2ലെ അല്ലു അർജുൻ ചെയ്തിട്ടുള്ളത്. എന്ന് പറഞ്ഞാൽ അതൊരു സങ്കടമാണെങ്കിലോ അല്ല ഒരു പ്രതികാരമാണെങ്കിൽ പോലും സ്വന്തം കുടുംബത്തിൽ നിന്നും ഒന്നും നഷ്ടപ്പെടുത്തിയിട്ടല്ല അല്ലു അർജുൻ ഒന്നും നേടിയിട്ടുള്ളത്. പക്ഷേ നേരെ തിരിച്ച് മാർക്കോ എന്ന് പറയുന്ന ക്യാരക്ടറിലോട്ട് വരുമ്പോൾ സ്നേഹിച്ചവരും ചുറ്റും നിന്നവരും എല്ലാവരും ഫ്രണ്ട്സ് ഉൾപ്പെടെ എല്ലാവരും തൻ്റെ കൺമുന്നേ നശിച്ചു പോയപ്പോഴും പുള്ളിക്കൊന്നും ചെയ്യാൻ പറ്റിയിട്ടില്ല. അപ്പോൾ എൻ്റെ ഒരു ചോദ്യം എന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരു ക്യാരക്ടർ എങ്ങനെ ഒരു പെർഫെക്ഷൻ ഉണ്ടാവും? എനിക്കത് മനസ്സിലാവുന്നില്ല. കാരണം എന്ന് പറഞ്ഞാൽ ചുറ്റുമുള്ള എല്ലാം നഷ്ടപ്പെടുത്തിയതിന് ശേഷം ഇത്രയും പവർഫുൾ ആയിട്ടുള്ളൊരു ക്യാരക്ടർ ഒറ്റയ്ക്കായി അത് എത്രത്തോളം ചിന്തിച്ചിട്ട് ഒരു പെർഫെക്ഷൻ എൻ്റെ മനസ്സിൽ തോന്നുന്നില്ല. പക്ഷേ പുഷ്പ 2ലെ അല്ലു അർജുൻ അങ്ങനെയല്ല. അപ്പോൾ തമ്മിൽ കമ്പയർ ചെയ്യുമ്പോൾ എനിക്ക് ക്യാരക്ടർ ഇഷ്ടപ്പെട്ടത് പുഷ്പ 2.